19वां बंद मुलाहिजा फरमाए। ഹായ്, എല്ലാവർക്കും സ്വാഗതം. അല്ലാമ ഇഖ്ബാലിന്റെ ഷിക്വ 18 സ്റ്റാൻസകൾ കഴിഞ്ഞു. അടുത്ത സ്റ്റാൻസയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞത് അള്ളാഹുവിനോട് നേർക്ക് നേരെ പറയുകയായിരുന്നു, നീ വിശ്വാസി സമൂഹത്തിന് നീ ഒന്നും കൊടുക്കുന്നില്ല. അവർക്ക് നീ ഒരു ഹയാലി ദുനിയ, ഒരു സാങ്കല്പിക ലോകം മാത്രമാണ് കൊടുക്കുന്നത്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹം മാത്രമാണ് അവർക്ക് അവശേഷിക്കുന്നത്. പക്ഷെ നിന്നെ ധിക്കരിക്കുന്ന നിന്റെ അവിശ്വാസികൾക്ക് നീ കൊടുക്കുന്നത് ചാഹിന വാലിയ ദുനിയ. അവർ ആഗ്രഹിക്കുന്നത് എല്ലാ രമ്യഹർമ്മങ്ങളും സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും പുഷ്പശയ്യാലങ്കൃതമായ ഒരു ലോകമാണ് അവർക്ക്. പക്ഷെ ഈ മുസ്ലിം സമുദായത്തിന് നിന്റെ ആളുകൾക്ക്, നിന്നെ വിശ്വസിക്കുന്ന, നിനക്ക് ഹംദ് ചെയ്യുന്ന ആളുകൾക്ക് നീ കൊടുക്കുന്നത് ഈ ഹയാലി ദുനിയ, ഒരു സാങ്കല്പിക ലോകമാണ്. നമുക്ക് അടുത്ത സ്ഥാനത്തിലെ വരികൾ കേൾക്കാം. तेरी महफिल भी गई, चाहने वाले भी गए, शब की आहें भी गई, सुबह के नाले भी गए. ഈ സ്റ്റാൻസയിൽ പറയുന്നത് കഴിഞ്ഞ സ്റ്റാൻസയല്ല, അതിന് മുമ്പ് 17ാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞതിന്റെ മറ്റൊരു രീതിയിൽ ആവർത്തിക്കുകയാണ്. 17ാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരുന്നു, തസ്ബീഹും തഹ്ലീലും ഓതുന്ന, നിന്നെ ഹംദ് ചെയ്യുന്ന കാഫിലക്കൂട്ടങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും സദസ്സുകളുമെല്ലാം പോയി മറഞ്ഞു. ഇവിടെ പറയുന്നത് തെരി മഹഫിൽ ബി ഗയി, ചഹന വാലേ ബി ഗയി. നിന്റെ മഹഫിൽ, നിന്നെ വാഴ്ത്തുന്ന നിന്റെ മജ്ലിസുകൾ, നിന്നെയും നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാഴ്ത്തുന്ന ഒരുപാട് സദസ്സുകൾ, ഒരുപാട് മജ്ലിസുകൾ, ഒരുപാട് കൂട്ടായ്മകൾ, അതെല്ലാം മറഞ്ഞുപോയി. നിന്റെ പ്രിയപ്പെട്ട ആളുകൾ, നിന്നെ ഇഷ്ടപ്പെടുന്ന നിന്റെ വിനീത ദാസന്മാരുടെ ഈ സദസ്സുകളെല്ലാം ഇവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. കാരണം അവർക്ക് വളരെ നിരാശയുണ്ട്. നീ അവരെ ഒന്നും പരിഗണിക്കുന്നില്ല. നിന്റെ അയിനായാത്ത്, നിന്റെ കാരുണ്യ വർഷം അവർക്കല്ല നീ കൊടുക്കുന്നത്. നീ കൊടുക്കുന്നത് അവിശ്വാസികൾക്കാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ അധികാരം കൊണ്ടൊക്കെ നമ്മെ പീഡിപ്പിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ പീഡിപ്പിക്കുന്ന, അവരെ ആക്രമിക്കുന്ന ആളുകൾക്കാണ് എല്ലാ സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ നിരാശ ബാധിച്ച ഈ സമൂഹം, ഈ കൗമ്, तेरी महफिल भी गई, चाहने वाले भी गए. അവർ ഈ സദസ്സുകളും ഒട്ടകക്കൂട്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അടുത്ത വരിയിലൊക്കെ പറയുന്നത് വല്ലാത്ത വരിയാണ്. അടുത്ത വരി കേൾക്കാം. शब की आहें भी गई, सुबह के नाले भी गए. ഷബ് കി ആഹോം ബി ഗയി. ഷബ്, രാത്രികളിലുള്ള നെടുവീർപ്പുകൾ. വല്ലാത്ത വരിയാണ്. അല്ലാമ ഇഖ്ബാൽ അതിനെയൊക്കെ സമീകരിക്കുന്നത്. നമുക്കറിയാം, രാത്രികളിൽ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ മാതാപിതാക്കളും മക്കളും കുട്ടികളും എല്ലാവരും രാത്രികളിൽ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട്, നെടുവീർപ്പിട്ടുകൊണ്ട്, സുജൂദിൽ വീണുകൊണ്ട് പൊട്ടിക്കരയുകയും വിതുമ്പുകയും തേങ്ങിക്കരയും എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി മറഞ്ഞു. അല്ലാമ ഇഖ്ബാൽ പറയാണ്, രാത്രികളെ ഷബക്കി ആഹോം, ഷബ് എന്ന് പറഞ്ഞ രാത്രിയാണ്. എന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് സുബഹിക്കെ നാലേ ബി ഗൈ, സുബഹിയിലുള്ള വിലാപങ്ങൾ. നമുക്കറിയാം, തഹജ്ജുദ് നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ സുബഹിയിൽ പ്രഭാതങ്ങളിൽ എണീറ്റുകൊണ്ട് വിതുമ്പുന്ന ആളുകൾ, അതൊക്കെ പോയി മറഞ്ഞു. ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ കേട്ടിടുന്ന മന്ത്രോച്ചാരണങ്ങൾ, അതുപോലെ തന്നെ വിലാപങ്ങൾ, നെടുവീർപ്പുകൾ, ഒരുപാട് തേങ്ങലുകൾ, ഇതൊക്കെ പോയി മറഞ്ഞുപോയി. दिल तुझे दे भी गए, अपना सिला ले भी गए, आके बैठे भी न थे और निकाले भी गए. അടുത്ത വരിയിൽ പറയുന്നത്, നിന്നെ മാത്രം വണങ്ങിയിരുന്ന, ഹൃദയങ്ങളിൽ നിന്നെ മാത്രം ആവാഹിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹവും ഇവിടെ നിന്ന് പോയി മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ കഴിഞ്ഞ സ്ഥാനയിലൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഉദാഹരണങ്ങളാണ്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിന് ഒരുപാട് സാർവജനീയമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സുബഹി നമസ്കാരം ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരേപോലെയാണ്. അതേ സമയത്ത് പ്രഭാതത്തിന്റെ ധവളിമ ധന്യമാകുന്നതിന് മുമ്പ് അവർ എണീറ്റുകൊണ്ട് നമസ്കരിക്കുന്നു, പ്രപഞ്ചനാഥന്റെ മുമ്പിൽ പ്രണമിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതല്ലാമ ഇഖ്ബാൽ ഓരോന്നും പറയാണ്. നിന്നെ സ്നേഹിക്കുന്ന ആളുകൾ, ഹൃദയത്തിൽ നിന്നെ ആവാഹിച്ച ആളുകൾ, അതെല്ലാം പോയി മറഞ്ഞുപോയി. നിന്റെ പ്രതിഫലവും പോയി മറഞ്ഞു. അല്ലാമ ഇഖ്ബാൽ പറയാണ്. കാരണം നീ കൊടുക്കുന്ന പ്രതിഫലം അതെല്ലാം പോയി മറഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ സദസ്സുകളിൽ നിന്ന് ആട്ടിയൊടിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലായിടത്തിൽ നിന്നും ആട്ടിയൊടിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് ഇരിപ്പിടമല്ല, ഞങ്ങൾക്കൊരു മക്കാൻ, ഞങ്ങൾക്കൊരു സൗകര്യമുള്ള ഒരു കുടിയേറി പാർക്കാനുള്ള ഇടം പോലും നഷ്ടപ്പെട്ട അലഞ്ഞു തിരിയുന്നവരാണ് ഞങ്ങൾ. आए उशाक गए वादे फरदा लेकर, आए उशाक गए वादे फरदा लेकर. ആയ അഷാക്ക് ഗയെ, ആഷിക്കീങ്ങൾ, നിന്റെ പ്രേമഭാചനങ്ങളെല്ലാം പോയി മറഞ്ഞു. നമുക്കറിയാം, ഒരുപാട് സൂഫി വര്യന്മാർ എല്ലാം നിന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് സഞ്ചരിക്കുന്ന, ലോകം മൊത്തം സഞ്ചരിക്കുന്ന സഞ്ചാരികൾ, ഇങ്ങനെ ഒരുപാട് സഞ്ചാരികൾ, ഇതെല്ലാം പോയി മറഞ്ഞു. അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി പറയാണ്. ഈ സ്റ്റാൻസയുടെ അവസാനത്തെ വരിയിൽ വല്ലാത്തൊരു സിംബോളിക്കേഷനാണ്. അല്ലാമ ഇഖ്ബാലിന്റെ എല്ലാ വരികളിലും ഒരു ഉദാഹരണം ഉണ്ടാവും. അത് വളരെ മനോഹരമാണ്. ഇങ്ങനെ നിന്റെ പ്രേമവാചനങ്ങളും നിന്റെ ആഷിക്കീങ്ങളും നിന്റെ പ്രവാചകന്റെ മദ്ഹ് വായിക്കുന്ന ആളുകളൊക്കെ പോയി മറഞ്ഞു. ഇനി അവരെ വിളക്കെടുത്ത് അന്വേഷിച്ചാലും അവരെ കാണാൻ കഴിയില്ല. അബുനെ ढूंढ चरागे रुखे ज़हबा लेकर. വിളക്കിന്റെ വെളിച്ചത്തിൽ അന്വേഷിച്ചാലും അവരെ കാണാൻ കഴിയില്ല എന്ന് പറയാണ്. അബുനെ ढूंढ चरागे रुखे ज़हबा लेकर. അബു ഉനോം ഡൂണ്ട് ചിറാഗ്, ചിറാഗ് വിളക്കുമാടത്തിന്റെ വിളക്ക് കൊണ്ട് ഡൂഡിന, അന്വേഷിച്ചാലും, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാലും
റുഹ ജേബാലേക്കർ, അവരുടെ മുഖം പോലും കാണാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വരി അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അടുത്ത സ്റ്റാൻസ് അടുത്ത വീഡിയോയിൽ കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.